ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ കുറച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാവേ. എൻ്റെ അമ്മയുണ്ടല്ലോ, അത്യാവശ്യം തുന്നാനും അതുപോലെ ഈ ക്രാഫ്റ്റ് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനും കൃഷിയൊക്കെ ചെയ്യാനും ഒക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കൊരു കുഞ്ഞ് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അധികം പച്ചക്കറികളൊന്നുമില്ല, മുളക്, വെണ്ടയ്ക്ക, തക്കാളി, കോവയ്ക്ക, കറിവേപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയുള്ള ഒരു കുഞ്ഞ് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണേ. അച്ഛയ്ക്കാണെങ്കിൽ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് വലിയ അധികം ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞാൽ നിനക്കൊന്ന് വെറുതെ ഇരുന്നോളൂ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അമ്മയ്ക്ക് ആട്, കോഴി, അതുപോലെ മുയൽ ഇതിനെയൊക്കെ വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുഞ്ഞിനെയൊക്കെ ആയിരിക്കുമ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ടൈം എത്തിയപ്പോഴേക്കും അമ്മ ഇതൊക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ആ സമയത്തൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ എന്താ അമ്മ ഇത് സ്റ്റോപ്പ് ചെയ്തതെന്നൊന്നും ചോദിച്ചിട്ടുമില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കുറേ കടന്നുപോയി. കുഞ്ഞാറ്റയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഒരു തവണ ഇവൾക്കൊരു 5-6 മാസം പ്രായമുള്ള സമയത്ത് ഞാൻ ഒരു ഓണത്തിൻ്റെ സമയത്ത് വീട്ടിൽ നിൽക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അമ്മ ഈ ഇടക്കൊണ്ട് ഈ തുന്നലൊക്കെ നിർത്തിയത് കൊണ്ട് അമ്മയുടെ മെഷീനൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വീട്ടിൽ വെറുതെ കിടന്നത് നാശമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിറ്റതായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ അവിടെ വീട്ടിൽ നിൽക്കാൻ ചെന്ന സമയത്ത് അമ്മ 3-4 ഉടുപ്പുകൾ തുന്നി വെച്ചിരിക്കുന്നു. അപ്പം എൻ്റെ മുന്നേ ഉള്ള ഡ്രസ്സുകൾ, അതായത് 10 +1 +2 ആ ടൈമിലൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചുരിദാർ, അതുപോലെ എൻ്റെ യൂണിഫോം ഡ്രസ്സ്, അതൊക്കെ അമ്മ അത് അഴിച്ചെടുത്തിട്ട് അതൊക്കെ വെച്ചിട്ട് കുഞ്ഞു ടോപ്പുകളൊക്കെ, കുഞ്ഞാറ്റയ്ക്ക് ഇടാൻ പറ്റുന്ന കുഞ്ഞു ടോപ്പുകളൊക്കെ തുന്നി വെച്ചിരിക്കുന്നു. അതും കൈ കൊണ്ട് അമ്മ തുന്നി വെച്ചിരിക്കുന്നു. അതും അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡിസൈനൊന്നുമല്ല കേട്ടോ. ഈ കഴുത്തൊക്കെ ആണെങ്കിലും എളുപ്പപ്പണി നോക്കിയ റൗണ്ടോ സ്ക്വയറോ അങ്ങനെയൊന്നുമല്ല, നല്ല എന്താ പറയുക, എനിക്ക് ഇങ്ങനെ നാ പോലത്തെ ഡിസൈൻ, ആലല പോലത്തെ ഡിസൈന്. അതിൻ്റെ ഡിസൈൻസിനൊന്നും പേരെനിക്കത്ര അറിയില്ല കേട്ടോ. അങ്ങനെ പല മോഡലിൽ, അതും ഈ കൈ കൊണ്ട് അമ്മ തുന്നിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ, എന്നിട്ട് അമ്മ എന്താ ഇതൊന്നും ചെയ്യാത്തത്, മുന്നേ എനിക്കൊന്നും ഒരു ഡ്രസ്സ് പോലും അമ്മ തയ്ച്ച് തന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിൻ്റെയൊക്കെ പുറകെ നടന്ന് ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് എവിടെയാണ് പിന്നെ സമയം കിട്ടിയിരുന്നത്, അതിനുള്ള അച്ഛയ്ക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അത് നിർത്തി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറയുക, ഞാനിപ്പം മെഷീൻ വാങ്ങിച്ചു തരട്ടെ, അമ്മ തയ്ക്കുന്നോന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇപ്പം നേരത്തെ പോലെ എനിക്ക് നല്ലപോലെ കാണത്തൊന്നുമില്ല, കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് അമ്മ തുന്നുന്നതൊക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വിഷുവിന് പോയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഓണത്തിനാണ് വരുന്നത്. അപ്പോൾ അത്രയും ടൈം ഉണ്ടല്ലോ, ആ ഗ്യാപ്പുണ്ട്. ആ സമയം കൊണ്ട് പതിയെ ടൈം എടുത്താണ് അമ്മ ഇത് തുന്നി വെച്ചത്. അപ്പം അങ്ങനെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ അമ്മയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം ഇങ്ങനെ കണ്ണാടി വെച്ച് ഇത് തുന്നുമ്പോഴത്തേക്കും തലവേദന എടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ മാത്രം കാര്യമല്ല കേട്ടോ. നമ്മളിലൊക്കെ ഭൂരിഭാഗം ആളുകളുടെയും അമ്മമാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പല ഹോബീസും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ള എത്ര പേരുണ്ടാവും? വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുള്ളൂ. പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കുടുംബിനി അല്ലെങ്കിൽ നല്ലൊരു പാരൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ് നല്ലൊരു സ്ത്രീ അല്ലെങ്കിൽ നല്ലൊരു പാരൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ സൊസൈറ്റിയിലൊക്കെ മുന്നേ ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പം അമ്മ ഇത് പറഞ്ഞ സമയത്ത് അമ്മയ്ക്കൊരു റിപ്ലൈ ആയിട്ട് ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സമയമുണ്ടെങ്കിലേ ഞാൻ കുഞ്ഞാറ്റയുടെ കാര്യം നോക്കുകയുള്ളൂ. ഞാൻ എന്നിട്ട് അമ്മയെപ്പോലെ നാളെ ഞാൻ കൊച്ചിനെ നോക്കിയത് കൊണ്ടാണ് എൻ്റെ ലൈഫ് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതെന്ന് ഞാൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ചെറുതായതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയും, വിളിച്ചിട്ട് വലുതാവട്ടെ, അപ്പോൾ നീ ഇത് പറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ആ സമയത്ത് കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടിയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 8-9 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ ഭയങ്കര സംഭവ ബഹുലമായിരുന്നു. അതിനെനിക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാനൊന്നും എനിക്ക് ഒട്ടുമേ ടൈം കിട്ടിയിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ തന്നെ ഒരു മിനി വേർഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ. പക്ഷേ എൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞാറ്റ തന്നെയാണ് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ടുള്ളൊരു ബേബിയാണ് കേട്ടോ. അവളെക്കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പാരൻ്റ് ആയതിൻ്റെ സങ്കടങ്ങളോ ഫ്രസ്ട്രേഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് മുതൽ കുഞ്ഞാറ്റ എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശരിയാണ്, ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറിച്ചിലുകളൊക്കെ നടത്തേണ്ടി വരും. നമ്മൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ചെയ്യുന്നത് പോലെ എല്ലാ 100% നമുക്ക് മാത്രമായിട്ട് നമ്മുടെ മാത്രം ടൈം നോക്കി നമ്മുടെ മാത്രം പ്രയോറിറ്റീസ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. മക്കളൊക്കെ ഉള്ളപ്പം അവർക്കും കൂടി നമ്മൾ എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾക്കും കൂടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ടും കൂടി സമയം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരോട് യെസ് പറയുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുക, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവരെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടി നിർത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു പേരൻ്റ് ആകാൻ പറ്റുള്ളൂ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കുളിക്കുന്നത്. നല്ലൊരു ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഹെഡൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒരു കുഞ്ഞ് ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു പെഡിക്യൂറൊക്കെ ചെയ്ത് അങ്ങനെ ഒരു കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറമേ മാത്രമല്ല ഉള്ളിലും എനിക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ തോന്നിയത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അത് അതുപോലെ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണല്ലേ നമ്മുടെ മക്കൾ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നത് കണ്ടു വളരുന്ന മക്കളെ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല കേട്ടോ. അവർക്ക് അവരുടെ സെൽഫ് വർത്ത് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ബാലൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും അവർക്ക് അവരോട് തന്നെ ഒരു സ്നേഹവും അനുകമ്പയൊക്കെ ഉണ്ടാവാനായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സൊക്കെ ബിൽഡ് ചെയ്യാനായിട്ടും കോൺഫിഡൻസും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം സമയം കൊടുത്ത് നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര എംപ്റ്റി ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അതൊരിക്കലും ഒരു ഹാപ്പി ബാലൻസ്ഡ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ ചിലപ്പോൾ ആ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് വേണ്ടിയിട്ട് കൂടി ടൈം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ വളരുന്ന മക്കൾക്ക് എപ്പോഴും അത് പോസിറ്റീവായിട്ടേ ഗുണം ചെയ്യത്തുള്ളൂ. ഈ വീഡിയോയിൽ എൻ്റെ ഒരു കുട്ടി സെൽഫ് കെയർ മൊമെൻ്റ് ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റെമഡീസോ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ലക്ഷറി ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് ഓൾസോ എ പേരൻറ്റിങ്. And I'm dedicating this video to all the beautiful mothers out there. Belated Mother's Day wishes to every mothers who keep showing up with love, strength and hope every single day. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളപ്പോൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. See you in the next video. Bye.